മുട്ടയിൽ നിന്ന് എഗ് ക്യൂബ് മുതൽ ലോഫ് വരെ. മുട്ടയുടെ ഉപഭോഗത്തിലുണ്ടായ വർധന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും പ്രകടമാണ്. ഇത് മുൻനിർത്തി മൈസൂരിലെ കേന്ദ്ര ഭക്ഷ്യ സാങ്കേതിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് മുട്ടയിൽ നിന്ന് പോഷകമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. എഗ് ക്രഞ്ചി ബൈറ്റ്. മുട്ടയുടെ വെള്ളക്കരുവും മഞ്ഞക്കരുവും മാവും ചേർത്ത് മസാലകൾ പുരട്ടി ഡ്രയറിൽ ഉണക്കി കഷ്ണങ്ങളാക്കി മുറിച്ചുണ്ടാക്കുന്നത്. ഇത് പാക്ക് ചെയ്ത് കറുമുറ കഴിക്കാവുന്ന ലഘുഭക്ഷണമായി വിപണനം ചെയ്യാം. ദിവസവും 100 കിലോ എഗ് ക്രഞ്ചി ബൈറ്റ് ഉണ്ടാക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾക്കുൾപ്പെടെ 42 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയത്. എഗ് ക്യൂബ്. മുട്ട, മാവ്, വെളുത്തുള്ളി എന്നിവ കലർത്തി ഉണക്കി ചെറുചതുരങ്ങളായി മുറിച്ചുണ്ടാക്കുന്ന എഗ് ക്യൂബ് പനീർ പോലെ കറിയുണ്ടാക്കുന്നതിനുൾപ്പെടെ ഉപയോഗിക്കാം. ദിവസവും 100 കിലോ എഗ് ക്യൂബ് ഉണ്ടാക്കുന്ന പ്ലാന്റിന് 33 ലക്ഷത്തോളം ചെലവ് വരും. ഡീപ് ഫ്രൈഡ് എഗ് ക്യൂബ് 2 മാസം സൂക്ഷിക്കാം. ദൈനംദിനം 544 കിലോഗ്രാം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രോജക്റ്റിനുള്ള ചെലവ് 38 ലക്ഷം രൂപയാണ്. എഗ് വേഫർ. മുട്ടയിൽ നിന്നുണ്ടാക്കുന്ന എഗ് വേഫറും വിപണന സാധ്യതയുള്ളതാണ്. മുട്ട, സ്റ്റാർച്ച്, പഞ്ചസാര, അരിമാവ്, വെളുത്തുള്ളി പൗഡർ, ഉപ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഈ വിഭവം എണ്ണയിൽ വറുത്ത് കഴിക്കാം. 100 കിലോ എഗ് വേഫർ ദിവസവും ഉണ്ടാക്കുന്നതിന് യന്ത്രങ്ങൾക്കും പ്ലാന്റിനും ഉൾപ്പെടെ 5 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കാം. എഗ് ലോഫ്. പ്രാതൽ ഭക്ഷണമായി കഴിക്കാം. ദിവസവും 650 കിലോ എഗ് ലോഫ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റിന് 25 ലക്ഷം രൂപ ചെലവ് വരും. വിവരങ്ങൾക്ക് 0821251434. വെബ്സൈറ്റ് ttbd@cftri.res.in. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു.